കാസ കരയുന്നു. PC ജോർജിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കൂ എന്നാണ് കാസയുടെ ആവശ്യം. PC ജോർജ് എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറുകാരും ഇപ്പോൾ ഏറ്റെടുക്കാത്ത, അയൽക്കാർ പോലും ഏറ്റെടുക്കാത്ത, ബന്ധുക്കൾ പോലും ഏറ്റെടുക്കാത്ത സാക്ഷാൽ PC ജോർജിനെ കാസ പറയുന്നത് നിങ്ങൾ ഈ ചലഞ്ചൊന്ന് ഏറ്റെടുക്കൂ എന്നാണ് പറയുന്നത്. എന്താണ് ചലഞ്ച്? PC മധുരമൊഴികൾ ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ 2 വർഷക്കാലയളവിൽ കള്ളക്കേസിൽപ്പെടുത്തിയും ചില സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലും ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനുമായി എന്നെ 3 തവണ അറസ്റ്റ് ചെയ്തു. അതൊരു സർവ്വകാല റെക്കോർഡാണ്. ഒരു മുൻ MLA 3 തവണ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ലിംഗ ഓഫ് റെക്കോർഡ്സിൽ അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ്സിൽ പേര് വരേണ്ട ഒരു സംഗതിയാണ് സാക്ഷാൽ PC ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിന് വേണ്ടി മുറവിളി കൂട്ടാനും അന്തിച്ചർച്ച നടത്തി എന്നെ തീർത്ത് കളയാനും ഇടത് വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു. കല്ലറങ്ങാട്ട് പിതാവിനെതിരെ കൊലവിളി നടത്താനും ഇവർ മുമ്പിലുണ്ടായിരുന്നു. ജോർജിനെ തുല്യപ്പെടുത്താൻ കല്ലറങ്ങാട്ട് പിതാവിനെ എടുക്കേണ്ടതില്ല. കല്ലറങ്ങാട്ട് പിതാവ് വേറെ, PC ജോർജ് വേറെ. PC ജോർജിനെ ഇത്തവണ ആരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ ആരും ഒരു സന്തോഷവും പ്രത്യേകിച്ച് ഒരു സംഗതിയൊന്നും രേഖപ്പെടുത്തിയില്ല. അത് തലയിലെടുത്ത് ചോദിച്ചു വാങ്ങുന്നു എന്ന തരത്തിലേ എല്ലാവരും കണ്ടുള്ളൂ. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI ദേശീയ നേതാവിനെ കള്ളപ്പണക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മഷിയിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്നതെന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തതിന് സ്വാഗതം ചെയ്തൊരു Facebook പോസ്റ്റ് ഇടാൻ പോലും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് മടി. വഖഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയവർ, മലയാളി പെൺകുട്ടി ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ മടിച്ചവർ, ഹമാസിനെ വെള്ളപൂശുന്നവർ, ഇവരിൽ നിന്നൊക്കെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നറിയാം. എന്നാലും കേരളത്തിലെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, ലീഗ് നേതാക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് പരസ്യമായി ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യുവാൻ തൻ്റെ ഇടമുണ്ടോ? ഞാൻ പരസ്യമായി SDPI കുടിപിടിക്കുകയും അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഇടത്തോടെ പരസ്യമായി അവരെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. എത്ര രാഷ്ട്രീയക്കാർ ആ തൻ്റെ ഇടം കാണിക്കുമെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതിൽ അവസാനത്തെ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ SDPIയുടെ കൊടി പിടിക്കുകയും എന്നിട്ട് ആ കൊടി പിടിച്ചു കഴിഞ്ഞ് അതെനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ, എപ്പോഴാണ് ബോധ്യപ്പെട്ടത്? ആ ശബ്ദരേഖ പുറത്തു വന്ന് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി തോൽപ്പിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇത് ബോധ്യപ്പെട്ടത്. നാണമുണ്ടോ? നാണം ഒരല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്പനാണി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഇത് അല്പനാണം പോലും ഇല്ല. ഈ പറയുന്ന ഒരുപാട് ആളുകളെ ED അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും അടക്കമുള്ള ഒരുപാട് ആളുകളെ ED പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കുറ്റക്കാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കണം. കുറ്റക്കാരനല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ P ചിദംബരത്തിൻ്റെ കേസിലും DK ശിവകുമാറിൻ്റെ കേസിലും അതുപോലുള്ള പലരുടെയും കേസ് പോലെ കുറ്റക്കാരനല്ലേ പുള്ളിക്ക് പോരും. അതിന് ഈ ബഹളം വെച്ച് ബാക്കി ആരെങ്കിലും വെല്ലുവിളിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർക്കൊക്കെ ഈ പറയുന്ന പിതാവ് അല്ലെങ്കിൽ മാതാവെന്നൊക്കെ പറയുന്നത് സിംഗുലറാണ്. അവരെന്തിനാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത്? അതിൻ്റെ ഒരു കാര്യവുമില്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ശബ്ദരേഖ ഒന്ന് കേൾക്കണേ. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും PC ജോർജ്. അപ്പോൾ അതുകൊണ്ട് ജോർജിന് പ്രത്യേകിച്ച് പിന്തുണ പ്രഖ്യാപിക്കുകയോ പറയുകയോ ചെയ്യേണ്ട ഒന്നും ഒരാവശ്യമില്ല. യഥാർത്ഥ വസ്തു ഞാൻ പറയാം. ഈ SDPI കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും എന്നെ എതിർത്തു. ആകെ എനിക്കൊരു സഹായമായിട്ട് വന്നത് SDPക്കാർ മാത്രമാണ്. വളരെ മാന്യമായ സമീപനമാണ് എന്നോടുണ്ടായിരുന്നത്. അവരുടെ പ്രവർത്തനത്തിലും ഒരു വർഗീയതയും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തുടർക്കുള്ള ഒരു അധ്യാപകന്റെ കൈവിട്ട് സംഭവം ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ആരോപണം വരുന്നത്. കേൾക്കണേ, ബാക്കിയൊന്നും നല്ലപോലെ കേട്ടോണേ. PC ജോർജിന്റെ ദേശീയത, തീവ്രവാദകം. ആ അധ്യാപകനെ പറ്റി എനിക്ക് അധ്യാപകന്റെ ലേഖനവും അധ്യാപകന്റെ പുസ്തകമൊക്കെ വായിച്ചു. പച്ചക്കള്ളമാണ് എഴുതി വെച്ചിരിക്കുക. അയാൾ മൂവാറ്റുപുഴക്കാരനാണ് എഴുതി വെച്ചിരിക്കുക. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ചെമ്മലമറ്റ എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന അയാൾ ഇവിടുന്ന് വിദ്യാഭ്യാസമായിട്ട് പോയിട്ട് മൂവാറ്റുപുഴ പോയി MA ഒക്കെ പ്രൈവറ്റായിട്ട് എഴുതി എടുത്തതാ. അയാള് സ്വന്തം ഇവിടെ വസ്തു മുഴുവൻ കസ്റ്റഡിയിൽ എടുത്തിട്ട് സ്വന്തം അമ്മയ്ക്ക് പോലും ഒന്നും കൊടുക്കലായിരുന്നു. ആ അമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. ചോദിച്ചപ്പം അമ്മയുടെ മകളുണ്ട്, മകള് നോക്കുമായിരുന്നു. മകളെയും
വസ്തു ഇളങ്ങളിൽ കസ്റ്റഡി എടുത്തിരിക്കുക. മൂവാറ്റുപുഴയിൽ നിന്ന് അയാൾ കാറിന് വന്ന് വസ്തു എടുക്കുക, അമ്മ പട്ടിണി കിടക്കുക. ഞാൻ ഇയാളെ വിളിച്ച ഇയാൾ വരാൻ മടിച്ചു. ബലമായിട്ട് ഞാൻ അയാളെ വരുത്തി. ഞാൻ ഒളിച്ചു വെക്കുന്ന അയാളെ കൂത്തിന് പിടിക്കാൻ പോക്കി എൻ്റെ വീട്ടിൽ വെച്ച്. ഞാൻ പറയേണ്ടത് അന്തയ്ക്ക് വിളിച്ച് കഴിയുമ്പോഴാണ് അമ്മയെ കൊണ്ടുപോകാൻ തയ്യാറായത്. പെങ്ങളുടെ അവകാശം കൊടുത്തു, വസ്തു പൂർണ്ണമായിട്ട് ഞാൻ സമ്മതിച്ചു. അമ്മയെ കൊണ്ടുപോകാൻ പറയും, അമ്മയെ കൊണ്ടുപോയി അയാൾ വളർത്താൻ തയ്യാറായി. അങ്ങനെ അമ്മയ്ക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്ത് ഞാനാ. ആ അമ്മയുടെ കാങ്ക വെച്ച അയാളെ കൈവെട്ടിയത് എന്തുകൊണ്ട്? ആ അമ്മയുടെ കാങ്ക വെച്ച അയാളെ കൈവെട്ടി പോയതൊക്കെ STP ചെയ്ത് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് പടച്ചോന്റെ നിശ്ചയമാണ്. സ്വന്തം അമ്മയുടെ പ്രാക്കിയേറ്റവനാ വാദ്യാര്. അതുകൊണ്ടാണ് അയാള് ലേഖനം എഴുതിയിരിക്കും. ഞാൻ ഇന്നലെ വായിച്ചു. അയാള് പുസ്തകം എഴുതുക, അയാളുടെ ചരിത്രം. അയാള് സത്യം പറയുന്നത് മുഴുവൻ കള്ളം എഴുതി വെക്കുന്നത്. സ്വന്തം അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ ഇഷ്ടം മനുഷ്യനാണോ? അവന്റെ കൈയല്ലല്ലോ, തല പോലും വെട്ടിക്കളയാണ് ഞാൻ കുറ്റം പറയാറ്. അയാൾ ചരിത്രം എഴുതിക്കൊണ്ട് നടക്കുക. ഒരു സംശയം വേണ്ട, അവന്റെ SDPക്കാർ ചെയ്ത് നന്നായി എന്ന അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുന്നത്. SDP എന്ന് അവര് തീവ്രമായ ഇസ്ലാം മതവിശ്വാസികളാണ്. ഇസ്ലാമിലൂടെ ലോകം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം അവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തിയിട്ട് എനിക്കറിയില്ല. അവിടെ എൻ്റെ നിയോജനത്തിൽ കേട്ടാ ഇപ്പോൾ ഒന്ന് ചോദിച്ചു നോക്ക്. ആ കൈവെട്ടിയ ജോസഫ് സാറിനെ കുറിച്ചുള്ള അഭിപ്രായവും അത്തരം കാര്യങ്ങളുമൊക്കെ. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ നിലപാടുകളെയും ഈ ആശയങ്ങളെയും തുറന്നെതിർത്തവരാണ്. അപ്പോൾ അവർക്ക് കൂടെ നിന്ന് പാദസേവ ചെയ്തു കൊടുത്ത PC ജോർജിൻ്റെ ചലഞ്ചാണോ ഏറ്റെടുക്കണമെന്ന് ക്യാഷ പറയുന്നത്?